Uncle, ball please. Uncle, ball please. Uncle, ball please. ബോൾ കൊടുക്കാം. ഗുഡ് ഗേൾ. ഈ സ്കൂൾ മോക്ക് ഇഷ്ടായോ? ഇവിടെ ചേർന്നാൽ എനിക്കും കളിക്കാവല്ലേ? നന്നായിട്ട് കളിക്കാം, നന്നായിട്ട് പഠിക്കാം, വലിയ ആളായിട്ട് ഡോക്ടറും ആകാം. എന്തിനാ ഡോക്ടർ ആകുന്നേ? മോള് ഡോക്ടറായ അച്ഛനെ നന്നായിട്ട് നോക്കാൻ പറ്റുമല്ലോ അല്ലേ കൃഷ്ണ? പോകാം. കൃഷ്ണ, ഇത് പഴയതാണല്ലോ. ആരാണ്ട് ഇട്ടിട്ട് കൊണ്ട് വെച്ചാന്നാ തോന്നുന്നത്. പിങ്ക് പിങ്ക്. അതവിടെ വെക്ക്, ഒന്നും എടുക്കാൻ പാടില്ല. ഏത് സ്കൂളാ? സ്കൂള് പേര് എന്താ നാടേ ഇത്? സ്കൂളിന്റെ പേരറിയില്ലേ? പൊയ്ക്കോ. ഗ്രീൻ വാലി മെട്രിക്കുലേഷൻ സ്കൂൾ. ഷൂവ്, സാക്സ് കണ്ടില്ലേ? ആ കാശിങ് എടുക്ക്. കാശി 2 രൂപ. ബാക്കി ബാക്കി 150 രൂപ. എന്നാ നീ തന്നെ പിടിച്ചോ. പോ. ബാക്കി പൈസ കൊണ്ടുവന്നിട്ട് നാളെ വന്നെടുത്തോ. ഇതങ്ങ് എടുത്തു വെക്ക്. രാവിലെ ഓരോരുത്തന്മാർ എഴുന്നള്ളി വരും. ഇനി ബില്ല് ക്യാൻസൽ ചെയ്യണം. എന്താ കാണിക്കുന്നത്? കൃഷ്ണ, ഇന്ന എന്റെ ഇത്രയേ ഉള്ളൂ. കൃഷ്ണ, ഇത് അമ്മയുടെ കാശാ. കൃഷ്ണ, ഇന്നോ ഇത് മതിയാവോ? മതിയോ? ബാക്കി ഞാനാ അങ്ങോട്ട് തരണ്ടേ? അച്ഛാ, Bye മുത്തശ്ശി, ടാറ്റാ. Bye മുത്തശ്ശി, bye. ഞാൻ പോയിട്ട് വരാട്ടോ. Bye. ആ ബാഗ് എടുത്ത് മുമ്പിലേക്ക് വെച്ചോ. Bye അച്ഛാ. അകത്തോട്ട് പോ കുട്ടി. അങ്ങോട്ട് പോ. ടാറ്റ അച്ഛാ. അച്ഛാ ടാറ്റ. ബൈ ബൈ. ഇരിക്കിരിക്കെ, കരയല്ലേ? അമ്മ കണ്ടോ? ദേ. പേരെന്താ പറഞ്ഞേ? കുട്ടിയുടെ പേരെന്താ? കിഷോർ. കിഷോർ. അച്ഛാ, കുട്ടികളൊക്കെ ചിരിക്കുന്നില്ലേ? ചിരിച്ചേ. വീട്ടിൽ പോകാം.
കൃഷ്ണ വന്നല്ലോ. നീല വന്നല്ലോ. എന്തു ചെയ്തു നീ? ദോശ ചുട്ടല്ലോ. നിലായ്ക്ക് വാരി തന്നല്ലോ. വയറ് ഫുള്ളായി. നിന്റെ വയറ് ഫുള്ളായോ? അച്ഛ, ഞാൻ എപ്പോഴാ അച്ഛ ഡോക്ടർ ആകുന്നേ? നാളെ അല്ല, ഇനിയൊരു ഒരുപാട് കഴിഞ്ഞ്. ഡോക്ടർ ആയെങ്കിലേ അച്ഛനെ നോക്കാൻ പറ്റുള്ളൂ. ഇനിയും കളിക്കാം. കൃഷ്ണ വന്നല്ലോ. നോക്കട്ടെ. യെസ് മിസ്. ദാറ്റ്സ് നൈസ്. നില, എന്തിവാ? എന്താ ഒന്നും വരയ്ക്കാഞ്ഞേ? ദിവസം ഹോംവർക്ക് ചെയ്യാത്ത എന്താ? മിസ്, അവളുടെ അച്ഛൻ ഭ്രാന്തനാ. സൈലൻസ്. കുട്ടി, നാളെ മുതൽ മുടങ്ങാതെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണം. എങ്കിലേ ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കൂ. മനസ്സിലായില്ലേ? ഗുഡ്. കിഷോർ, വരച്ചതെവിടെ? അല്ല, മോടെ പേരെന്താ? നില. ഏത് ക്ലാസ്സിലാ? LKG B. എന്തിനാ ഇവിടേക്ക് വന്നേ? നിങ്ങൾ ടീച്ചറാണോ? അപ്പൊ സ്റ്റുഡൻ്റ് ആണോ? ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ രമ്യ ടീച്ചർ വഴക്ക് പറയും. എന്താ മോടെ അമ്മ ഹെൽപ്പ് ചെയ്യില്ലേ? അമ്മ ഇല്ല. എവിടെയാ അമ്മ? സ്വർഗത്തിലാ. അച്ഛനോ? അച്ഛൻ മാഡം, എൻ്റെ അച്ഛൻ ഈ സ്കൂൾ മാത്രമല്ല നടത്തുന്നത്. കേരളം മുഴുവൻ ഞങ്ങൾക്ക് 18 സ്കൂളുണ്ട്. എഡ്യൂക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ അപ്രോച്ച് തന്നെ വേറെയാ. കുട്ടികൾക്ക് നിങ്ങളൊരു ടീച്ചർ മാത്രമായി ഇരുന്നിട്ട് കാര്യമില്ല. കുട്ടികൾ സ്കൂളിലെത്തിയാൽ അവരുടെ പേരൻസായി നമ്മൾ മാറണം. മിസ് രമ്യ, ഇനി ഒരു കുട്ടിയെ പോലും ഞാൻ പുറത്ത് കാണരുത്. അതിവിടെ റേഞ്ചില്ല, ഞാൻ പുറത്തേക്ക് വരാം. ആ, കേൾക്കുന്നില്ല കാർത്തിക്? ആ, ഇനി പറ. നിങ്ങളുടെ പേരെന്താ? ശ്വേത. എന്തിനാ ഇവിടെ വന്നേ? ഇതാണ് എൻ്റെ റൂം. ഓ, നിങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ ഉണ്ടല്ലേ? എന്താ ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? ചുമ്മാതിരുന്നാൽ രമ്യ ടീച്ചർ വഴക്കിടില്ലേ? വഴക്കൊന്നും പറയില്ല. നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ എന്നോട് ഒന്ന് പറ, ഓക്കെ? സർക്കുലർ. താങ്ക് യു. ചിൽഡ്രൻ പ്ലീസ് ലിസൺ. നമ്മുടെ സ്കൂളിൻ്റെ പുതിയ മാനേജ്മെൻറ്റ് ഫസ്റ്റ് ആനിവേഴ്സറി വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ഇതിനോടനുബന്ധിച്ച് സ്റ്റോറി ടെല്ലിങ്, റൈം കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും തീർച്ചയായും ഇതിൽ പങ്കെടുക്കണമെന്ന് കറസ്പോണ്ടന്റ് അറിയിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? കറസ്പോണ്ടന്റ് എന്ന് വെച്ചാൽ വലിയ ടീച്ചർ. ഓക്കെ, അതിരിക്കട്ടെ. ഇനി ആരൊക്കെ ഏതിലാ ചേരുന്നതെന്നൊന്ന് പേര് തന്നേ. ഓക്കെ. ശ്വേത. ശ്വേത. എന്താ? എക്സ്ക്യൂസ് മീ. സയൻസ് ക്ലാസ്
എന്താ കാര്യം പറ. നമ്മുടെ സ്കൂളിൽ വലിയൊരു ദിനോസർ വന്നിട്ടുണ്ട്. ഡിനോസറോ? വലിയ ടീച്ചറാന്നാ പറഞ്ഞു കേട്ടെ. കറസ്പോണ്ടന്റ് അല്ലല്ലോ? അത് തന്നെ. അതിനു മുമ്പേ ഞാൻ റൈം ചൊല്ലണോ അതോ കഥ പറയണോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? നിനക്കെന്താ പറഞ്ഞു തരണ്ടേ? സ്റ്റോറിയാണോ റൈംസ് ആണോ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? രണ്ടും അറിയാം. അടിപൊളി. അപ്പൊ വലിയ ദിനോസറുടെ അടുത്ത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അതെന്താ വലിയ ഡിനോസർ? രമ്യ ടീച്ചർ ചെറിയ ദിനോസർ. അപ്പ കറസ്പോണ്ടന്റോ? ആ, കറസ്പോണ്ടന്റ് ആണ് വലിയ ഡൈനോസർ. സമയമായി, കുട്ടികളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ? ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. നിങ്ങൾ ഡ്രൈവറിനോട് അഡ്രസ് പറഞ്ഞോളൂ. ഓക്കെ മാം. നിലാവ് ഒന്നും ഇവിടെ ഇല്ല. നോക്കണ്ട പോ. ഹലോ, അവിടെ നിന്നേ. എവിടോട്ടായി പോന്നേ? അവിടെ നിൽക്കാൻ. എടോ, തന്നോടല്ലേ അവിടെ നിൽക്കാൻ പറഞ്ഞു? അവിടെ നിൽക്കണോ? 4 കിലോമീറ്റർ സ്കൂളിൽ കിടന്നോടി, 8 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വരുക. ഊട്ടി തണുപ്പി വേർത്ത് കുളിച്ച് ഞാൻ. ഇയാടെ മോളെ താൻ എവിടാ കൊണ്ടുവിട്ടത്? ആ കൊച്ചു അവിടെ നിന്ന് അപ്പം തന്നെ പോയതാണല്ലോ. നമ്മുടെ കറസ്പോണ്ടന്റ് മേഡം ഡ്രോപ്പ് ചെയ്യാന്നാ പറഞ്ഞത്. താൻ എന്താടോ ഇത് നേരത്തെ പറയാൻ? ഞാനിത് പറയാനായിട്ട് അങ്ങ് വിട്ടുപോയി. അല്ല പുള്ളിയാ, കൊള്ളാം. എടോ എവിടെ പോയതായിരുന്നു? താക്കോല് തന്നിട്ട് പോയായിരുന്നില്ലേ? ഇത്ര നേരം നീലയുടെ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ അല്ല, ശ്വേത. ദേഷ്യമാണോ? ഭയങ്കര ദേഷ്യം. ഒരുപാടോ? ഇല്ലില്ല, തുണി കഴുകണം. ഞാൻ വന്നിട്ട് നില. അച്ഛാ, അച്ഛനും അമ്മയെ പോലെ ഒറ്റക്കാക്കിട്ട് പോവോ? ഇല്ല, നീ ഒറ്റയ്ക്കാക്കിട്ട് പോയേ. ഞാൻ എവിടെയല്ല നോക്കിയെന്നറിയാമോ? ഡ്രൈവറിന്റെ വീട്. അവിടെ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. സോറി അച്ഛാ. സ്കൂളിൽ കോമ്പറ്റീഷൻ, കഥ പറയണമായിരുന്നു. അതാ ഞാൻ താമസിച്ച. കഥയോ? കഥ ഞാൻ പറയാം. എന്നാ നീ വേഗം വരണം. അച്ഛന് കഥ അറിയാവാ? ഒരുപാട് കഥ അറിയാം. പറഞ്ഞേ. നാളെ പറയാം, നാളെ. എന്നെ വിട്ട് പോകരുത്. നീ എന്നെ വിട്ട് പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി എന്നെ കണ്ടില്ലെങ്കിൽ ദാ നോക്ക്, ആ അമ്പിളിയമ്മാവനോട് പറഞ്ഞാ മതി. ആ അമ്പിളിയമ്മാവൻ എല്ലാം എന്നോട് പറഞ്ഞോളും.